അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്നാൽ മാത്രം പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. ഒരുപാട് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ അവരുമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യരുത്, ഒട്ടും സമയം വേസ്റ്റ് ആക്കരുത്. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. സോ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഒന്നും ഒരു ഐഡിയയും ഇല്ലാതെ എന്തെങ്കിലും ഇരുന്ന് പഠിക്കുക എന്നതല്ല നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോലി ലക്ഷ്യം വെച്ച് പോകുന്ന ഒരാൾ ചെയ്യേണ്ടുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം. ആ സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് കഴിയണം. അവിടെയാണ് നമ്മുടെ ആ ഒരു സക്സസ് ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളൊരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ടുള്ള ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 150 ദിവസമൊക്കെ കിട്ടുമോ, അത്രയൊക്കെ സമയം കാണുമോ എന്നുള്ളത്. നമ്മളൊരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമുക്കറിയാം സാധാരണയായിട്ട് ഡിഗ്രി പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ ആ ഒരു ടൈമിലൊക്കെ അല്ലെങ്കിൽ ഏപ്രിൽ, മെയ് ടൈമിലൊക്കെയാണ് സാധാരണയായിട്ട് നടത്തുന്നത്. സോ അത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, PSC യുടെ കാര്യമാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ വേണമെങ്കിൽ മുൻകൂട്ടി ഒരു ഡേറ്റ് നേരത്തെ സെറ്റ് ആക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡി പ്ലാൻ വീണ്ടും 150 ഡേയ്സ് എന്നുള്ളത് 120 ഡേയ്സ് ആക്കുക, അല്ലെങ്കിൽ 110 ഡേയ്സ് ആക്കുക, അല്ലെങ്കിൽ 100 ഡേയ്സ് ആക്കുക. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നത് ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. നമ്മൾ റഷ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് തീർക്കുന്നതിനകത്ത് കോൺസെൻട്രേഷൻ കൊടുക്കും, പഠിച്ച് ആ ഒരു ക്വാളിറ്റി നമ്മൾ മിസ്സാക്കും. അത് പിന്നീട് എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ കൺഫ്യൂഷന്റെ രൂപത്തിൽ വരും, മറന്നു പോകുന്ന രൂപത്തിൽ വരും, നെഗറ്റീവ് ആക്കുന്ന രൂപത്തിൽ നമ്മൾ ആ പോരായ്മകൾ നമ്മൾക്ക് എക്സാമിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. ഓക്കെ, നമുക്കൊരു 50 മാർക്ക് ഡിഗ്രി പ്രിലിംസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എവിടെയാണ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. മാത്സ് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് മാത്സ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി പഠിക്കാമെന്ന് പറഞ്ഞു പോകുന്നവർ മനസ്സിലാക്കുക, ഇത് നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ വേറെ ഇല്ല. അത് മാത്രമല്ല കട്ട് ഓഫ് കടക്കാൻ ഒരു പരിധി വരെ നമ്മളെ ഈ 3 സബ്ജക്റ്റുകളും സഹായിക്കും. സോ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒപ്പം കറണ്ട് അഫയേഴ്സിനും കൂടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഒരു പകുതി മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും സംശയമാണ്, എവിടെ തൊട്ട് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. സാധാരണയായിട്ട് 2026 നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണെങ്കിൽ 2025 ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ എക്സാമിന് 2 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ 2024 വരുമ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട അവാർഡുകളും ഈവെന്റ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൂടെയും എക്സാമുകളിലൂടെയും ഒക്കെ നമുക്കിത് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. അത് പഠിക്കേണ്ട രീതിയിൽ നമ്മൾ ഒരു നാക്കിൽ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഓപ്ഷൻസ് കാണുമ്പോഴും ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളമാണ്. അത് നോക്കിക്കേ, ഓൾമോസ്റ്റ് ഒരു 50 മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആണ് അല്ലേ. 50 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല, അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എവിടെ കൊടുക്കുക, വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നല്ലൊരു സ്കോറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു രൂപം എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ഡേ നമ്മൾ കേരള ഹിസ്റ്ററി ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സിലബസിൽ ആദ്യത്തെ ടോപ്പിക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ആണ് വരുന്നത്. സോ അവിടെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം,
ഒരു 2 ദിവസം എടുത്ത് പഠിക്കാം. ഓക്കെ, അതിനപ്പുറത്തേക്ക് കൊടുക്കരുത്. നമ്മൾ കാണുമ്പം വലിയ ടോപ്പിക്കാന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ ആ ടോപ്പിക്കും കൊണ്ട് 5 ദിവസം 6 ദിവസമൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയുകയാണ്, ഒരു ടോപ്പിക്കിന് 2 ദിവസത്തിനത്തേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ സമയം കൊടുക്കരുത്. പറ്റുന്നില്ല എങ്കിൽ വെക്കുക, പിന്നീട് റിവിഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ സമയം കണ്ടെത്തി പിന്നീട് എപ്പോഴെങ്കിലും പഠിച്ചെടുക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കാൻ 5 ദിവസം എടുക്കുന്നു, അത് വീണ്ടും നമ്മൾ 2 ദിവസം കൊണ്ട് എടുത്ത് പഠിക്കുന്നു, അങ്ങനെ വെറുതെ സമയം നമ്മൾ പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ ജസ്റ്റ് അവിടെ ഡ്രോപ്പ് ചെയ്യുക, ബാക്കി മുന്നോട്ട് പോവുക. അതിനിടയ്ക്കായിട്ട് വീണ്ടും അവിടുന്ന് പൊക്കിയെടുത്ത് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, അതുപോലെ വേൾഡ് ജോഗ്രഫി നമ്മൾ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പഠിക്കുകയാണ്. ഇന്ത്യയുടെ ബേസിക്സ് പഠിക്കാം, അവിടെ വേൾഡിന്റെ ബേസിക്സ് പഠിക്കാം, എന്താണെങ്കിലും നിങ്ങൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി പഠിച്ചു പോവുകയാണ്. ഓക്കെ, അതുപോലെ നമ്മൾ റിവിഷൻ ചെയ്യുന്നു. ഇനി ഇതിന്റെ ഒരു ഫുൾ PDF നിങ്ങൾക്ക് തരട്ടെ. അതിനോടൊപ്പം തന്നെ SCERT NCERT ഈ 2 പാഠപുസ്തകങ്ങളിലും ഏതൊക്കെ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ കിടക്കുന്നു, ഏതൊക്കെ പഠിക്കണം എന്നുള്ളതിന്റെ PDF കൂടി ഞാൻ നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ പേരും അതുപോലെ മൊബൈൽ നമ്പറും കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ലിങ്ക് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു 150 ഡേയ്സിന്റെ സ്റ്റഡി ടൈം ടേബിളിന്റെ PDF മൊത്തത്തിൽ ഉണ്ടാകും. ഇവിടെ 1, 2, 3 പോലെ 150 ഡേയ്സിന്റെ ഒരു പ്ലാനും അതുപോലെ തന്നെ SCERT NCERTയുടെയും PDF ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു PDF കൂടി അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം അതെല്ലാം പ്രയോജനപ്പെടുത്തുക. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അവിടെ കൃത്യമായിട്ട് അവിടെ ആ ടോപ്പിക്ക് ഏത് ചാപ്റ്ററിലാണ്, ഏത് ടെക്സ്റ്റ് ബുക്കിലെ ഏത് ചാപ്റ്ററിലാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി എന്ത് ചെയ്യുക, നല്ലതുപോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനിടയ്ക്കായിട്ട് നിങ്ങൾ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, അതിനിടയ്ക്കായിട്ട് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാന്റെ ആ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആദ്യം നമ്മുടെ സിലബസ്, നമ്മൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് ആ പരീക്ഷയുടെ സിലബസിലൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു യാത്ര പോയിരിക്കണം. ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, ആ സബ്ജക്റ്റുകൾക്ക് എത്ര മാർക്കുകളാണുള്ളത്, ആ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് എന്നുള്ള വ്യക്തമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം, നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അനാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് പഠിക്കാനുള്ളതല്ല, ഇത് എക്സാമിന് വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മുടെ സമയം എന്ത് ചെയ്യും, വേസ്റ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഏത് എക്സാമിനാണോ പഠിക്കുന്നത് അതിന്റെ ഒരു സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ സിലബസ് മാക്സിമം പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. എപ്പോഴും ഞാൻ പറയുന്നതാണ്, പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. എൻ്റെ കുട്ടികളെല്ലാവരും പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. അവർ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നതനുസരിച്ച് അവർ മാർക്ക് ചെയ്ത് പോകാറുണ്ട്. സോ ആ ഒരു ഇൻട്രസ്റ്റ് വരും, അടുത്ത കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത ടോപ്പിക്ക് പഠിക്കുക, അവിടെ വന്ന് മാർക്ക് ചെയ്യുക. അതായിരിക്കും അവരുടെ ആ ഒരു എയിം എന്ന് പറയുന്നത്. സോ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും, നമ്മൾ എവിടെയൊക്കെയോ എത്തി, എന്തൊക്കെയോ പഠിച്ചു എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അത് നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ തരും. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീക്കസ്റ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്, സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ഏതൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ ഓക്കെ ആണ്, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ആണ്. അപ്പം അത്രത്തോളം സമയം അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ മാത്സ്, ഇംഗ്ലീഷ് പോലുള്ള അല്ലെങ്കിൽ മാത്സോ അല്ലെങ്കിൽ എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഇത് വീക്കസ്റ്റ് പോയിന്റ് ആണെന്ന് നോട്ട് ചെയ്യണം. വീക്കസ്റ്റ് പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ സമയം കണ്ടെത്തുക, അതിന് വേണ്ടിയിരിക്കുക. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മളെ വീക്കസ്റ്റ് സബ്ജക്ട് പഠിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ചിലപ്പം വലിയ സിലബസ് ആയിരിക്കും, എന്നാൽ 2 മാർക്കോ 3 മാർക്കേ കാണത്തുള്ളൂ. എന്നാൽ ചെറിയ സിലബസിനകത്ത് 8ഉം 10ഉം
മാർക്ക് വരുന്നതുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ചെറുതും അതുപോലെ മാർക്ക് കൂടുതലും ഉള്ളതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ആ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകും. ഓക്കെ, ഇനി ട്രൈ ലെസ് പോർഷൻ മോർ മാർക്സ് മെത്തേഡ്. അതാണ് പറഞ്ഞത്, പോർഷൻസ് കുറവുള്ളതും കൂടുതൽ മാർക്കുള്ള സബ്ജക്ട് ആദ്യം തന്നെ ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെയിലി ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ആക്കുക. നമ്മളിത് മൊത്തത്തിലുള്ള ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് തന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ദിവസവും പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കും, ഓക്കെ, അത് എഴുതുക. ദെൻ ഇന്ന് രാവിലെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. എർത്ത് സ്ട്രക്ചർ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ PYQ നോക്കും, കറണ്ട് അഫയേഴ്സ് പഠിക്കും, മാത്സിന്റെ ഒരു 10 പ്രോബ്ലംസ് ചെയ്യും, വൊക്കാബുലറി ഒരു 5 എണ്ണം പഠിക്കും എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഡെയിലി ടൈം ടേബിൾ സെറ്റ് ആക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഡെയിലി ടൈം ടേബിൾ. അതുപോലെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ കൂടുതലും ഓൺലൈൻ യുഗമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഫോണിലും ലാപ്പിലും ഒക്കെ ഇങ്ങനെ ഇരുന്നിരുന്ന് പഠിക്കുകയാണ്. അത് നമ്മുടെ കണ്ണിനും കേടാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തലവേദനയും മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുന്ന ഒറ്റ സമയത്ത് നമ്മൾ ഒരു ടോപ്പിക്ക് കേൾക്കുന്നു, ആ സമയത്ത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നീട് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സ്ക്രീനിലോട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല. നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് നോട്ട് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അവിടെ പോയിട്ട് നോട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ് എല്ലാം വീണ്ടും ഇരുന്ന് കേട്ട് സ്ക്രീൻ ടൈം കൂട്ടേണ്ട സമയം വരത്തില്ല. പകരം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആരിരിപ്പുണ്ട്? നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട് ഇരിപ്പുണ്ട്. ആ ഷോർട്ട് നോട്ട് വെച്ച് തന്നെ നമുക്ക് റിവിഷൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷോർട്ട് നോട്ടിലൂടെ നമ്മളെ സമയം നമ്മൾ ലാഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം നമ്മുടെ ഹെൽത്ത് കൂടി നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ സമയം നോക്കി ഇരുന്ന് പഠിക്കുക എന്ന ഓപ്ഷൻ അല്ല അവിടെ പറയുന്നത്. കറക്റ്റ് ആയിട്ട് മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ എൻട്രി ആപ്പ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് മോക്ക് എക്സാംസ്, പ്രീവിയസ് ഇയർ എക്സാംസ് ഒക്കെ അവൈലബിൾ ആണ്. ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് എക്സാം വേണമെങ്കിലും അതിന്റെ ലെവൽ നോക്കി നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. അത് കൃത്യമായിട്ട് അവിടെ ടൈമർ ഉണ്ടാകും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിന് കട്ടിങ് ഉണ്ടാകും. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തുമായിട്ട് ഓക്കെ ആവും? ടൈം മാനേജ്മെന്റ് എന്നുള്ളൊരു ഫാക്ടറുമായിട്ട് നിങ്ങൾ ഓക്കെ ആകും. മനസ്സിലായോ? അപ്പോൾ അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്നത്, എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 റിവിഷൻ ചെയ്യുക. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? പഠിച്ച് ഒന്നും കൂടെ റിവിഷൻ ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. നാളെ രാവിലെ പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് 10 മിനിറ്റ് തലേ ദിവസം പഠിച്ച ടോപ്പിക്ക് റിവിഷൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ മടി എന്നാണ് കുറെ ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് വെറുതെ സമയം പോകുന്നതാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്തായിരിക്കും റിവിഷൻ ചെയ്യാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഡെയിലി റിവിഷൻ ചെയ്യുക. തലേന്നത്തത് റിവിഷൻ ചെയ്തിട്ട് പുതിയത് പഠിക്കാനായിട്ടിരിക്കുക. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യുക? ആ ആഴ്ചയിൽ പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു മാസത്തിൽ പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 ഓർത്തെടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. എന്നിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമും എക്സൈസ് ഇൻസ്പെക്ടറും SBCIDയും എല്ലാം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒരുപാട് പരീക്ഷകൾ എഴുതാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു അവസരം നിങ്ങൾ വിട്ട് കളയരുത്. ഇങ്ങനെ ഒരു അവസരം ഇനി ഇപ്പോഴൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത്രത്തോളം പരീക്ഷകൾ ഒരുമിച്ച് വരുന്ന ഒരു പ്രിലിമിനറി പരീക്ഷ ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖിച്ച് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഈ ഒരു 150 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിളും അതുപോലെ തന്നെ SCRT NCRT ചാപ്റ്റേഴ്സ് ലിസ്റ്റും ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല നവംബർ 20-ാം തീയതി നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ്
അസിസ്റ്റന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ളവർക്ക് ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല നവംബർ 18-ാം തീയതി ആ ഒരു ബാച്ചിലേക്കുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ഇടുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു സ്കോളർഷിപ്പ് എക്സാമിൽ വിജയിക്കുന്ന ആ ആദ്യ 3 പേർക്ക്, ടോപ്പ് റാങ്കിൽ എത്തുന്ന 3 പേർക്ക് നമ്മുടെ ബാച്ചിലേക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ എടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മാക്സിമം പഠിക്കുക, മാക്സിമം പറ്റാവുന്നതിന് അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്